ഇവിടെ പങ്കെടുക്കുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും പ്രിയമുള്ള സഹാക്കളെ സഹോദരന്മാരെ, സിയാദിന്റെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സാഹചര്യം അറിയുന്നവരാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. നമ്മളൊക്കെ സിയാദ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായ ഒരു പ്രവർത്തകനുമല്ല, ഒരു പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവറായിരുന്നു. സിയാദ് ജൂൺ മാസം 16 കസ്റ്റഡി എടുത്ത കാര്യം പിന്നീടാണ് പുറത്തു വരുന്നത്. 1.5 മാസത്തിന് ശേഷം സിയാദിന്റെ മരണം സംഭവിച്ച ശേഷമാണ് വസ്തുതകൾ കൂടുതൽ പുറത്തു വരുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 16 വയസ്സുള്ള പെൺകുട്ടി പറഞ്ഞു, എന്റെ അനിയൻ 13 വയസ്സുകാരനെ കാണുന്നില്ല, അത് തട്ടിക്കൊണ്ടുപോയതിന് പറയിൽ സിയാദാണ് എന്ന് പറഞ്ഞു. പോലീസ് വിവരം കിട്ടിയപ്പോൾ തന്നെ വന്നു. ഈ കുട്ടിയെ കൂടെ കൂട്ടി, സാധാരണ ഇത് ചെയ്യാൻ പാടില്ല, ഒരു മൈനറായ കുട്ടിയെ പോലീസ് അങ്ങനെ ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി അന്വേഷണത്തിന് പോകാൻ പാടില്ല, വിളിച്ചുകൊണ്ടുപോയി സിയാദിനെ കസ്റ്റഡി എടുത്തു. കൊണ്ടുപോയ വഴിക്ക് വണ്ടിയിൽ വെച്ച് മർദ്ദിച്ചു, അവിടെ മർദ്ദിച്ചു. പിറ്റേന്ന് രാവിലെ വെളുപ്പിനെ തന്നെ 13 വയസ്സുകാരൻ തിരിച്ചെത്തി. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, അവൻ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് പരാതിയില്ല, ഇവനെ തിരിച്ചുവിട്ടു. സിയാദ് തിരിച്ചു വന്നു. വീട്ടിൽ വന്നിട്ട് എന്നും പോയിട്ടില്ല, പിന്നെയാണ് ജോലിക്ക് പോയിട്ടില്ല, കടപ്പായി പോയി എന്നാണ് പറഞ്ഞത്. പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരാളല്ലെങ്കിൽ ആ ജോലിക്ക് പോകാൻ കഴിയില്ല. തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള ചികിത്സയ്ക്ക് പോയി. അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് എന്നെ നന്നായി അടിച്ചു എന്ന് മൊഴിയിലുണ്ട്. പോലീസ് നന്നായി അടിച്ചു എന്ന മൊഴിയിലുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് തീരെ രക്ഷയില്ലാതെ വന്നപ്പോ അവന് വാപ്പയെ വിളിച്ചു. അയാൾ പാവപ്പെട്ട വാപ്പ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. വാപ്പ ചെന്നിട്ടാണ്, വാപ്പയും കൂടെയാണ് കുട്ടി എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ കുട്ടി ജില്ലാശുപത്രി കൊണ്ടുപോയി. ജില്ലാശുപത്രി 2-3 ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു, അല്ലാതെ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് പോയി ഒരാഴ്ച തിരുവനന്തപുരത്ത് ICU ഉൾപ്പെടെ കിടന്നു. അവിടെ വെച്ചാണ് മരണമടയുന്നത്. ആ സമയത്താണ് ഇത് പുറത്താണെന്ന് പറയുന്നത്, ഇങ്ങനെ പോലീസ് കൊണ്ടുപോയി അടിച്ചു എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ഇത് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് അവിടെയുള്ള പ്രവർത്തകർ, പ്രത്യേകിച്ച് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ, രാഷ്ട്രീയ പ്രവർത്തകർ, അവിടുത്തെ യുവജന സംഘടന DYFI ഉൾപ്പെടെ, ഇടതുപക്ഷ പ്രവർത്തകർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ വന്നു. വലിയ വാർത്തയായി കഴിഞ്ഞപ്പോൾ ഈ സംഭവം അടക്കം കഴിഞ്ഞു. അടുത്ത ദിവസമാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോയിരുന്നു, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ. അവിടെ പോലീസിന്റെ SP അന്ന് അവിടെ വന്നിരുന്നു. ചർച്ച ചെയ്തിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെ അടിയന്തരമായി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടിയെടുക്കാം, ബാക്കി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ സംഭവങ്ങൾ വന്നു. സ്ഥലത്തെ MLA, മന്ത്രി കൂടിയാണ് ശ്രീ വിഷ്ണുനാഥ് കുണ്ട്ര MLA വന്നിട്ട് പറഞ്ഞു, ഈ പോലീസ് ഓഫീസർമാർ വലിയ കുഴപ്പമാണെന്ന് എനിക്കറിയാം, ഞാനും ഇവർക്കൊക്കെ എതിരെ സമരം ചെയ്തിട്ടുണ്ട്, ഇവരങ്ങനെ ആളുകളെ അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, കുണ്ട്ര പോലീസ് സ്റ്റേഷനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. ഒന്നാമത്തെ മന്ത്രിയുടെ അഭിപ്രായം അതാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് സംബന്ധിച്ച് കേസ് രൂക്ഷമായി വരുന്ന സമയത്ത് പോലീസ് ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കി. ആ സ്റ്റോറി ഈ സംഭവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനകം മറ്റൊരുത്തൻ അവിടെയുള്ള സമീപത്തുള്ള ഒരാള് ഇയാളെ അടിച്ചു, സിയാദിനെ അടിച്ചു. അങ്ങനെയാണ് പരിക്ക് പറ്റിയപ്പോ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ മഞ്ഞപ്പിത്തം വരുന്നതും ഈ അടിക്കുന്നതുമായിട്ട് ഒരു കാര്യമില്ലല്ലോ. ഈ സംഭവം വന്നു പോലീസ് രേഖയുണ്ടാക്കി. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറുപടി പറയുമ്പോൾ നമ്മളെല്ലാം മുഖ്യമന്ത്രിമാർ പറയുന്നതും മുൻപ് ആഭ്യന്തരമന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാധാരണ കൺക്ലൂസീവായിട്ട് അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയോ മന്ത്രിയോ മറുപടി പറയാറില്ല. ഇവിടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇയാളെ ഒരാൾ അടിച്ചിട്ടുണ്ട്, പിന്നെ ഇതുവരെ മറ്റസം വന്നു. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറയുകയാണ്, അത് ഇയാളെ അടിച്ചിട്ടുണ്ട്, അങ്ങനെ കേസുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംസ്ഥാന സർക്കാരിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അതിനേക്കാളും വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്തുമോ? പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറെ ഉൾപ്പെടെ ബാധിക്കില്ലേത്? ഇയാളെ അടിച്ചു, മഞ്ഞപ്പിത്തമാണ് എന്ന കഥകൾ ചേർത്ത് പറഞ്ഞാൽ അതോടുകൂടി സംസ്ഥാനത്തിന്റെ ഹെഡാണ് പൊളിറ്റിക്കൽ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം നോക്കുന്ന, പൊതുകാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പിന്നെ അതോടുകൂടി ആ കേസിന്റെ അന്വേഷണത്തിന്റെ അവസരം പോയി. ആഭ്യന്തരമന്ത്രി പറഞ്ഞു മഞ്ഞപ്പിത്തമാണ്, ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഞാൻ ചോദിക്കട്ടെ, ഹെപ്പറ്റൈറ്റിസ് ബിയും മഞ്ഞപ്പിത്തവും ഒക്കെ പിടിക്കുന്ന ആളുകൾ കേരളത്തിൽ എത്രയോ ഉണ്ട്? അവരൊക്കെ മരിക്കുന്നോ? ശരീരം മൊത്തം നീറ് കെട്ടി പഴുത്തു എന്നാണ് വീട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ. പഴുപ്പാണ്, മുക്കിക്കൂടെയും വായിക്കൂടെയൊക്കെ പഴുപ്പ് വരികയാണ് എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ ഇൻഫെക്ഷൻ ബാധിച്ചു. 1.5 മാസക്കാലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നല്ലപോലെ മർദ്ദനമേറ്റ് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ ആ ഇൻഫെക്ഷൻ മരണത്തിന് കാരണമാവുമെന്ന് നമുക്കെല്ലാം അറിയാം. ഒരു ഇൻഫെക്ഷൻ വന്ന് മരിച്ചു എന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിലോ മറ്റു കാര്യത്തിലോ ഒക്കെ വന്നോ ഇല്ലയോ എന്നൊക്കെ റിപ്പോർട്ട് വന്നില്ല. എന്ത് വന്നാലും ഇനി
ഇതിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം ഒന്നും നടത്തേണ്ട കാര്യമില്ല. ശ്രീ വി ഡി സതീശന് അദ്ദേഹത്തിന് മുൻകൂട്ടി ത്രികാലജ്ഞാനിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്ത് കാര്യത്തെപ്പറ്റിയും അദ്ദേഹം പേപ്പർ കണ്ടാൽ തന്നെ മനസ്സിലാക്കും, ഇങ്ങനെയാണ് മരിച്ചത് എന്ന് പറയുന്ന ത്രികാലജ്ഞാനിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞാലും ഈ സംഭവത്തിനകത്ത് കുറ്റവാളി ഇല്ലാതാവില്ല. കാരണം 1.5 മാസക്കാലം മർദ്ദനമേറ്റ് വീട്ടിൽ നിന്ന് ഇന്നിക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരാൾ, അയാള് നേരത്തെ ജോലി ചെയ്തിരുന്നതാണ്, ഒരു പ്രൈവറ്റ് ബസ് ഓടിച്ചിരുന്ന ആളെന്ന് പറയുമ്പോൾ ഒരു 10-12 മണിക്കൂറൊക്കെ ജോലി സമയത്ത് പോകേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാള് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. അയാളെ പറ്റി എന്ത് പരാതി ഉണ്ടായിക്കോട്ടെ, പരാതി ഇവിടെ അർത്ഥമില്ലാത്തതാണ്, കേസില്ലാത്തതാണെന്ന് തോന്നുന്നു. ഇനി ഒരു കുറ്റവാളിയായ വഴിയുന്ന ഒരാളെ കണ്ടാലും പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? കുറ്റവാളികളല്ലാത്തവരെ കൈകാര്യം ചെയ്ത രീതിയാണല്ലോ ഇവിടെ പറഞ്ഞത്. പോലീസിന് എന്തും ചെയ്യാം എന്നുള്ള രീതിയാണ്. പോലീസിന്റെയും ഭരണമൊക്കെ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകളെ കൊണ്ടിട്ട് അടിക്കുന്ന എന്നും കാണിക്കാവുന്ന അവസ്ഥയൊന്നും ഇല്ലാത്തൊരു 10 വർഷക്കാലമാണ് കടന്നുപോയത്. അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ആരെങ്കിലും തെറ്റായ കാര്യം കാണിക്കുന്നെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനം ഗവൺമെന്റ് കാണിച്ചിരുന്നില്ല. ഇവിടെ ഈ കാര്യത്തിന് എടുത്ത സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ കുടുംബത്തിന് വാസ്തവത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളാണ്, എങ്ങനെ അവർ ജീവിക്കും? അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ഉണ്ടാവണം. ഈ ആൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന, ആ വീടിന് വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. പോലീസിന്റെ ഭാഗത്തുനിന്ന് അതാണ്, പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടിക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അതാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ ഇത്തരം കാര്യങ്ങളെ മൊത്തം തള്ളിക്കളയുന്ന മുഖ്യമന്ത്രി, അതോടൊപ്പം ആഭ്യന്തരമന്ത്രി ചെയ്യുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് ഇനി എന്താ ഉണ്ടാവുന്നോന്നെ? വഴിയിൽ ആരെയും പോലീസുകാർക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന ആർക്കും വഴിയിൽ ആരെയും ഒന്നും ചെയ്യാം. പോലീസിന് ആരെ അടിക്കാം, പോലീസിന് ആരെയും പിടിച്ചിട്ട് അകത്തിടാം. ക്യാമറയ്ക്കകത്ത് വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ക്യാമറ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ കുപ്രസിദ്ധമായ തരത്തിൽ പെരുമാറുന്ന പോലീസിന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാകും. 102-ഉം 3-ഉം 105 സീറ്റിന്റെ പിന്തുണയോടുകൂടി കേരളം ഭരിക്കുന്ന ശ്രീ വി ഡി സതീശന്റെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങളുടെ എതിരാളിയായി നിന്ന ഇടതുപക്ഷത്തിന്റെ, CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ സ്വാധീനമൊന്ന് പോയി എന്നാണല്ലോ. ഇന്ന് വളരെ പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ആലോചിച്ച ഒരു പരിപാടിയാണല്ലോ ഇവിടെ വന്ന ഈ പ്രതിഷേധം. പോലീസിന്റെ SP ഓഫീസിന് നേരെ മാർച്ച് നടത്താൻ, എവിടെ അനുമതി കണ്ടാലും അതിനെ ചോദ്യം ചെയ്യുവാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഈ നാട്ടിലെ സാധാരണക്കാർ സമരരംഗത്ത് വരുന്നതിന്റെ ഉറച്ച പ്രഖ്യാപനമാണ് ഇവിടെ നടന്നത്. ഇത് മനസ്സിലാക്കി തെറ്റായ കാര്യങ്ങൾ ചെയ്തവർക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. പോലീസ് ലോക്കപ്പ് മർദ്ദനത്തിന് എപ്പോഴും കോടതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേസുകൾ വരുമ്പോൾ, അഭിപ്രായം വരുമ്പോൾ എടുത്തൊരു സമീപനമുണ്ട്. അത് CBI അന്വേഷണം പോലെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടി ഹാജരാവുന്ന വക്കീൽ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അങ്ങനെ സ്വതന്ത്രമായ അന്വേഷണത്തിന് തടഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എത്രയോ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കാര്യത്തിനകത്ത് തെറ്റായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തെറ്റായത് ന്യായീകരിക്കാനാണ് ഉദ്യോഗസ്ഥന്മാരും അവര് വഴി മന്ത്രിമാരും മുഖ്യമന്ത്രിയും തയ്യാറാവുന്നത്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. പെല്ലറ്റ് വെച്ച് വെടിവെച്ചിട്ട് 8-9 ദിവസക്കാലം പാർലമെന്റിലേക്ക് പോകാത്ത അമിത്ഷായുടെ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്തായത്? അമിത്ഷായും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രിയും ഒക്കെ നമ്മുടെ പാറ്റകളുടെ സമരത്തെ അല്ലെങ്കിൽ ഡൽഹിയിലെ വിദ്യാർത്ഥി യുവജന സമരത്തെ കൈകാര്യം ചെയ്യാൻ എടുത്തതിന്റെ നിലപാടുകളെ പറ്റി വലിയ വിമർശനം വരിക. ആ സമീപനത്തിന് എല്ലാ തരത്തിലും പിന്തുണ കൊടുക്കുന്നല്ലേ ഇവിടെയും. എന്ത് ചെയ്യുന്നതിന് അനുവാദം കൊടുക്കുക? തെറ്റ് ചെയ്യുന്ന ആളുകളെ പോലീസ് നടപടിയെടുക്കണം. പക്ഷെ തെറ്റ് ചെയ്യുന്ന പോലീസിന് കയറി വിടാൻ പാടില്ല. അതാണ്